പോസ് ചെയ്യണോ? ഹായ്, ഗുഡ് മോർണിംഗ്. ഈ പാതിരയ്ക്ക് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കും അല്ലേ? ഈ ക്രാക്കിലൂടെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ ഒരു കഥയെ ഞാൻ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഡെസർട്ട് ഏരിയയിൽ എൻ്റെ ഒരു ഫ്രണ്ട് നജീബ് ഷെയ്ഖ് പാലസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല, ഒരു ഡെസർട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ ഞാനത് പുറത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 200 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പ്രോഡക്റ്റ് ആണ്. അതിന്റെ കോഫിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 1 മിനിറ്റ് കൊണ്ട് നമ്മളെ ആളുകൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോഫി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗാനോഡർമ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കോഫി. നിങ്ങളൊന്ന് നോക്കുക, ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ഈ കോഫി നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതിന് തെളിവാണ് ഇന്ന് ഷെയ്ഖ് ഇവിടെ 20 വർഷക്കാലമായിട്ട് ഈ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കും. നജീബ് കുടിച്ചു നോക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും പല പ്രസ്ഥാനങ്ങളും പലതും ചെയ്ത് സക്സസ് ആവാത്ത ആളുകൾ ഇന്ന് ജീവിതത്തിൽ എന്റെ ഗ്രൂപ്പിൽ നിന്ന്, അത് സാധാരണ കാറ്റഗറിയിലുള്ള ആളുകൾ കേട്ടാ, അതിനൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഈ ആളുകൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന ഒരു അവസരമാണ് ഇന്ന് ദുബൈയിലും അതുപോലെ സൗദിയിലായാലും ഖത്തറിലായാലും നമ്മൾ കണ്ടുവരുന്നത്. ഇവൻ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സംരംഭമായി മാറിക്കഴിഞ്ഞു. ആശാ വർക്കർമാര്, ലേഡീസ്, അവരിന്ന് ശരിക്കും പറഞ്ഞാൽ റിയലി എൻജോയ് ചെയ്യാണ്. ഒട്ടനവധി രോഗങ്ങളുടെ പാത്രമാകുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഈ ഗാനോഡർമ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മഷ്റൂമാണ്. വേൾഡിൽ ഇന്ന് 1 ലക്ഷം രൂപയോളം വില വരുന്ന ഈ മഷ്റൂം പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരും ഋഷിവര്യന്മാരും അവരുടെ മെന്റൽ പീസ് കിട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മഷ്റൂമാണ്. ആ മഷ്റൂമിട്ട് കോഫിയാണ് നിങ്ങൾ കുടിച്ചത്. ഇപ്പോൾ നിങ്ങളത് ടേസ്റ്റ് ചെയ്യുക, എന്നിട്ട് പറയാം മറ്റുള്ള കോഫി എന്താണ്, മാർക്കറ്റിൽ കിട്ടുന്ന ഈ കോഫി എന്താണ്. അപ്പൊ നമ്മള് പല കൺസെപ്റ്റുകളും കണ്ടുണ്ടാവും, പലതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതിലൂടെ നമ്മൾക്ക് ആരോഗ്യവും അതുപോലെ തന്നെ ഹെൽത്തും വെൽത്തും കിട്ടുന്ന ഒരു സംഭവമായിട്ട് മാറിയ ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഡെയിലി യൂസേജ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഞാൻ. എന്താ കാരണം വെച്ചാൽ, ഒരു കാലത്ത് പ്രവാസ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥ. ഞാനും അങ്ങനെയായിരുന്നു. ഒരു കുടവയറും മുട്ടുവേദന, കാലുവേദന, കഴുത്തിൽ ബെൽറ്റ്, ഇങ്ങനെ ഇരുന്നൊരു വ്യക്തി. എന്നെ നോക്കിയിരുന്ന ഇന്നൊരുവിധം ഡോക്ടേഴ്സ് എന്റെ ഗ്രൂപ്പിൽ വന്ന് അച്ചീവറായിട്ട് മാറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തിട്ട്, എന്റെ ജോലി, സ്വന്തമായിട്ടുള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ ഫ്രീ ബേഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണിത്. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രോഡക്റ്റ് എടുക്കുക. പ്രോഡക്റ്റ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് പഠിക്കുക. അപ്പൊ ഗാനോഡർമ നമ്മുടെ ബ്ലാക്ക് കോഫിനെ പറ്റി പഠിക്കുക. ഈ ഗാനോഡർമയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താന്ന് പറയുക. പിന്നെ പോലെ നൊണി ജ്യൂസ്, നമുക്ക് സ്റ്റൊമക്കിന് അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, പുളിച്ചേട്ടല്, നെഞ്ചരിച്ചില്, ഈ അവസ്ഥ ഒക്കെ ഉള്ള സംഭവം മാറാനായിട്ട് ഒട്ടനവധി ഡോക്ടർമാര് നമുക്ക് മരുന്ന് തരുന്നുണ്ട് ഇല്ലേ. അത് മരുന്ന് കഴിക്കുന്നതോടുകൂടി ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ വരണം. അതേപോലെ ഈ ടൂത്ത് പേസ്റ്റ്, ഇതൊരു മിറാക്കിളാണ് ജീവിതത്തിൽ. ഇന്ന് കുട്ടികള് ടൂത്ത് പേസ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കഴിക്കും. അവിടെ നിന്ന് തുടങ്ങി കുട്ടികളെന്നല്ല, വലിയ ആളുകളും അവിടെ നിന്ന് തുടങ്ങി അവർക്ക് അസുഖങ്ങൾ. അപ്പൊ ഈ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ മഹാനായ ഡോക്ടർ ലിം, ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ്. പുള്ളി ഇന്ത്യയിൽ വന്ന് ഒരു 10 വർഷക്കാലം പഠിച്ച് അതിന്റെ പാറ്റന്റ്, മഷ്റൂം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ ഹൃദയത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് മഷ്റൂം. ഈ മഷ്റൂമിനെ പറ്റി സ്റ്റഡി ചെയ്ത് ഇന്ന് ലോകത്തില് 200 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി പഠിക്കുക. ഇത് കലിയുഗമാണ്, നല്ലതും ചീത്തയും ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുക, ആളുകളെ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഫാമിലി സെക്യൂർ ആക്കാൻ ആദ്യം നോക്കുക. ബിസിനസ് ചെയ്യരുത്. ഫാമിലി സെക്യൂർ ആയിട്ട്, ഫാമിലി ഒരു ഹെൽത്തും വെൽത്തും, ഇപ്പൊ ഉമ്മയോ വാപ്പയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു കോള് ചെല്ലുമ്പോ മോനെ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ കാപ്പിയോ അല്ലെങ്കിൽ ഡെയിലി യൂസേജ് പ്രോഡക്റ്റുകളിൽ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളിത് ഇൻവോൾവ് ആക്കുക. അത് കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന ഒരു സുഖം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുട്ടികൾ തന്നെ ഇന്ന് ജീവിതത്തിൽ ഒരു വേറൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ട ഒരു അവസരം വരില്ല. എന്താ കാര്യം വെച്ചാൽ ഇന്ന് +2 കഴിഞ്ഞ കുട്ടികൾ തന്നെ അവരുടെ ഫ്യൂച്ചർ പഠനത്തിലുള്ള ഇൻകം തന്നെ അവർ തന്നെ കണ്ടെത്തുകയാണ്. ഇന്ന് വികസിത രാജ്യങ്ങളിൽ പോയിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന്.
ആ സ്ഥാനത്ത് നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലോട്ട് മേടിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ നമ്മുടെ ഐഡിയിലൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ പ്രോഡക്റ്റ് ഫ്രീ ആയി കിട്ടും. ഇപ്പൊ ഷെയ്ക്ക് കുടിക്കുന്ന കോഫി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമല്ലേ. നിങ്ങൾ അത് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിവെൻഷനാണ് എന്ന് വെച്ചാൽ മറ്റുള്ള രോഗങ്ങളെ പ്രിവെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ 1 by 1 ആയിട്ട് പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക, കുടിക്കുക, എൻജോയ് ചെയ്യുക, റിസൾട്ട് വന്നാൽ നോക്കി നിൽക്കരുത്. ഓക്കെ, നമ്മൾ ഈ പാതിരാത്രിക്ക് നമ്മൾ ഇത്രയും ടൈമിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് എൻ്റെ ഒരു വിഷനാണ് നമ്മുടെ ആളുകളിൽ ഇത് എത്തിക്കുക, അല്ലാണ്ടൊരു മാർക്കറ്റിങ്ങോ ആളെ പിടിക്കലോ മണി ചെയിനോ അല്ല. അപ്പൊ നിങ്ങൾ എന്താണ് ഈ പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെയിലി യൂസേജ് പ്രോഡക്റ്റുകൾ ബ്രാൻഡ് ഒന്ന് ചെയ്യുക. എനിക്ക് വേറെ ഒന്നും പറയില്ല. ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഉഷാറും ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ ടെൻഡൻസി. ഇപ്പൊ നമ്മൾ കാലത്ത് വന്ന് അലറ അടിച്ചു കഴിഞ്ഞാൽ അലറ ഒന്നും കൂടി ഓഫ് ചെയ്ത് കിടന്നു തുടങ്ങും. ഈ ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടാവില്ല. ഹെൽത്തി ആയിട്ടിരിക്കാം. കുറച്ച് കാലം കഴിയുമ്പോൾ ഇൻകം ബേസ് എന്ന് പറഞ്ഞാൽ ഒരു മിറാക്കിളാണ് DXL. ഒരു 3 ജനറേഷൻ നിങ്ങൾക്ക് ഇൻകം കിട്ടും. പല കമ്പനികൾക്കും പറയാനേ പറ്റുള്ളൂ. ഇത് നമുക്ക് പ്രാവർത്തികമാക്കി നമ്മുടെ ടീമിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, പ്രോഡക്റ്റിനെ പറ്റി പഠിക്കുക, പഠിച്ചു കഴിഞ്ഞ് ഗുണം കിട്ടിയാൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യുക. ഈ പ്രോഡക്റ്റുകൾ ഗുണം കിട്ടിക്കഴിഞ്ഞാൽ നജീബിനോട് പറയാം. നജീബ് ഇതിൽ കുറച്ച് നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആരോടും പറയാറില്ല. നജീബിന് എന്തോ ഒരു മലയാളികൾക്കൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ നാണത്തിന്റെ അല്ല, പിന്നെ നമ്മുടെ ഫ്രണ്ട്സുകൾ പല പ്രസ്ഥാനങ്ങളും പെട്ടവരായിരിക്കും. അപ്പൊ പറയും നജീബോ സുഭാഷോ ഒരു ഉഡായിപ്പ് പരിപാടി കൊണ്ടുവന്നുണ്ട്. ഈ ഉഡായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടതിന്റെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സക്സസ് ആവാൻ വേണ്ടി പലതിലും ടെസ്റ്റ് ചെയ്യും. ഫെയിലിയർ ആയി വരുമ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല. ഞാനും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എന്നെ കൊണ്ടുവന്ന വ്യക്തി ഒരു 3 വർഷക്കാലം എന്റെ പിന്നാലെ നടന്നു. മങ്ങാട്ട് മനോജ് എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രസ്ഥാനം എന്നിൽ ഏൽപ്പിച്ചത്. ഇന്ന് ആ വ്യക്തിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡെയിലി എന്റെ ലൈഫില് ഞാൻ അവന്റെ ഫാമിലിക്ക് വേണ്ടി പ്രയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കമ്പനി ഡോക്ടർ ലിം എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യന്റെ ഒരു മനസ്സാണ് ഇന്ന് ലോകത്തിൽ ജീവിതത്തിൽ കുറെ ആളുകളുടെ സാധാരണക്കാരെ, ഹൈ സൊസൈറ്റി എന്നല്ല, സാധാരണക്കാരുടെ ജീവിതം മറിച്ച പ്രസ്ഥാനം. ഒരു മിറാക്കിളാണ്. കമ്പനിക്ക് സ്വന്തം ജെറ്റ് ഫ്ലൈറ്റുകളുണ്ട്, റോൾസ് റോയ്സ് കാറുകളുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് പോയി നമ്മുടെ ഓഫീസിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിനെ സെർച്ച് ചെയ്യുക, എന്താണ് ഇനി ഫ്യൂച്ചർ വരാൻ പോകുന്നത്. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഹെൽത്തും വെൽത്തും പ്രദാനം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, JDXL.